നമസ്കാരം. ഇത് എൻ്റെ HMS വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് എന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ഒരുവിധ സുഖം തന്നെ. ഇന്ന് ഞാൻ ഊണിന് വേണ്ടിയുള്ള കറി ഒരുക്കുന്ന തിരക്കിലാണ്. പാവയ്ക്ക മെഴുക്ക് പുരട്ടുകയാണ്. പാവയ്ക്കയും പച്ചമുളകും മാത്രം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചേർത്തിട്ടിട്ട് കുറച്ച് ഉപ്പുനീരും കൂടെ ചേർത്ത് വേവുന്നത് വരെ ഇങ്ങനെ വറുത്തുകൊണ്ട് നിൽക്കും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പമായിരുന്നു. അപ്പവും എല്ലാവർക്കും ഉള്ളിക്കറി മാത്രമായിട്ട് ഞാൻ ചമ്മന്തി അരച്ചു. കട്ട ചമ്മന്തിയും കൂട്ടിയാണ് അപ്പം കഴിച്ചത്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ പാവയ്ക്ക മെഴുക്ക് പുരട്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നെത്തോലി മീൻ ഫ്രൈ ചെയ്തു. നെത്തോലി ആയതുകൊണ്ട് ലതിക പറയുന്നത് പോലെ നെത്തോലി കണ്ടും കേട്ടും വയ്യ, കണ്ടും കേട്ടും കഴിച്ചും മതിയായി. ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ നെത്തോലി മീനിന് വിട കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇത് കുറച്ച് ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ എല്ല് മാത്രമാണിത്. തിരിഞ്ഞെടുത്തു, എല്ല് മാത്രം തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടി ചേർത്തില്ല, സോറി, അത് രണ്ടാമത് ചേർത്ത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി ഇവ ചതച്ചിട്ട് സവാളയോടൊപ്പം, ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്, ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടത്, കുറച്ചേ ചേർത്തുള്ളൂ. ഇച്ചിരി ഉപ്പ് ഒഴിച്ച് വേവിക്കുകയാണ്. ഇനി ചേർക്കേണ്ടത് തേങ്ങ, മുളക് പൊടി, വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞു ഓൾറെഡി, കറിവേപ്പില ഇതും ചേർത്ത് ചിക്കൻ്റെ തോരൻ വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ചിക്കൻ തോരൻ റെഡിയാക്കി. നല്ല ടേസ്റ്റാണ്. ഇതിൽ ഞാൻ ഒട്ടും എണ്ണ ഒഴിച്ചിട്ടില്ല. അതിലുള്ള ചിക്കൻ്റെ എല്ലിൽ നിന്നുള്ള എണ്ണ മാത്രമേ ഉള്ളൂ. ചോറും വെച്ചു. അരയ്ക്കുന്നതിന് വേണ്ടി ഉഴുന്ന് ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ജോലിയെല്ലാം ഒതുങ്ങി എന്ന മട്ടിലിരിക്കുമ്പോഴാണ് നമ്മുടെ അഭിമാനമായ, നമ്മുടെ അഹങ്കാരമായ വിഴിഞ്ഞത്ത് നിന്നും 2 മീനുകൾ കിട്ടിയത് കൊണ്ടുവന്നു. 2 വാള. അതിൽ നിങ്ങളെ കൂടി കാണിച്ചു തരാം. അതിൽ ഒരെണ്ണം ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നു. ഫ്രൈ ചെയ്യുന്ന കാണിക്കാൻ പറ്റില്ല, ലെങ്ത് കൂടി പോകും കേട്ടോ. അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാം. അങ്ങനെ ചിക്കൻ തോരനും റെഡിയാക്കി. വീട്ടുജോലികളെല്ലാം കഴിഞ്ഞു. ഇനി ചോറ് മാത്രം എനിക്ക് വയ്ക്കണം. അരി ഉഴുന്ന് വാട്ടാനും ഉണ്ട്. അങ്ങനെ ഇന്നപ്പോഴേ എനിക്ക് ഇന്ന് വേറെ മീൻ കിട്ടിയിരിക്കുന്നു. വാള, ചുണ്ണാമ്പ് വാള. ഇതിൽ ഒരെണ്ണം കൂടി ഞാൻ എടുത്ത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുന്നു. ഇത്രയും സമയങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഇത്രയും ദിവസം എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു.